കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello all, welcome to another PYQ analysis. So this video is based on your paper VEGC 103 Indian Writing in English. So first year BA English Honours എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് കോർ പേപ്പർ ആയിട്ട് വരുന്ന പേപ്പർ ആണ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് VEGC 103. സോ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്ത് പോകുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ സിലബസ് മാപ്പിംഗ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു സിലബസ് ഡീകോഡിംഗ് ഇവിടെ ഉണ്ടാവും. നിങ്ങളെ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസി ആയിരിക്കും ആദ്യം കവർ ചെയ്ത് പോവുക. എക്സാം പാറ്റേൺ അനാലിസിസ്, നിങ്ങളൊരു എക്സാമിന് വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്, മാർക്സ് അലോക്കേഷൻ, സെക്ഷൻ ഫോർമാറ്റ്, അതുപോലെ തന്നെ നോട്ടബിൾ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ബാക്കി കാര്യങ്ങൾ, അതൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ടാവുക. റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടും റെഗുലർലി അപ്പിയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് കവർ ചെയ്ത് പോകും. അതുപോലെ തന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, അപ്കമിങ് എക്സാംസിന് എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം, ഏതൊക്കെ ബ്ലോക്കിൽ നിന്നും നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാം എന്നുള്ളത് ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ, നിങ്ങൾ ഈ അപ്പിയർ ചെയ്യാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മോഡൽ ആൻസേഴ്സ്. സോ നമുക്ക് ഇതൊരു ചാർട്ടാണ്. സോ ഇതിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് ഏതാണെന്നുള്ളത്. സോ നിങ്ങളെ ബ്ലോക്ക് നമ്പർ 1 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതും ബ്ലോക്ക് 1ൽ നിന്നാണ്. ആൻഡ് പിന്നെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ബ്ലോക്ക് 4 ആണ്. ദെൻ കംസ് ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 2. അങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ബ്ലോക്ക് വൈസ് റെലവൻസ് ആയിട്ട് ഇവിടെ നമ്മൾ ആ ഒരു ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളെ ബ്ലോക്ക് വൈസ് നോക്കുന്ന സമയത്ത് എത്ര തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് 1 എന്നാണ്. ബ്ലോക്ക് 1ൽ ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് 2 എന്നാണ്. ഓൾമോസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരൊറ്റ ബ്ലോക്കിൽ നിന്ന് മുന്നത്തെ എക്സാംസിനൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് ബ്ലോക്ക് 1ൽ തന്നെ യൂണിറ്റ് 3 ആണ് ഏറ്റവും കൂടുതൽ കവർ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 12 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1ഉം ബ്ലോക്ക് 4ലെ യൂണിറ്റ് 1ൽ നിന്നും 11 വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 10 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളെ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 4ഉം അതുപോലെ തന്നെ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 1ഉം വരുന്നുണ്ട്. പിന്നെ അതിന് താഴെ നിങ്ങൾക്ക് എങ്ങനെ ലൈറ്റ് കളേഴ്സിൽ വരുന്നത് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ യൂണിറ്റ് ആണ് വരുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് ഒരു കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടോപ്പിക് ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ളതാണ്. എ ടൈഗർ ഫോർ മാൽഗുഡിയുടെ ഡീറ്റെയിൽഡ് സമ്മറിയാണ് യൂണിറ്റ് 2വിനകത്ത് ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്ന പാർട്ട്. സോ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഏറ്റവും കൂടുതൽ ഓൾമോസ്റ്റ് 15 ടൈംസ് ആണ് ബ്ലോക്ക് 1ലെ യൂണിറ്റ് 2വിൽ നിന്നും മുന്നേറി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു പാറ്റേൺ ബേസ് ചെയ്തിട്ട് ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്ലോക്ക് വൈസിൽ നിന്നും എത്ര പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളതെന്നും എത്രത്തോളം റെലവെന്റ് ആണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണ്. സോ നമുക്ക് ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1ലേക്ക് വരുന്ന സമയത്ത് ദ ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ ഓൾമോസ്റ്റ് 6 ടൈംസ് ആണ് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് റെലവൻസ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ലെവൽ ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു ഏരിയ കവർ ചെയ്തിരിക്കണം. Then comes block 1ലെ യൂണിറ്റ് 1ലെ 3 സിഗ്നിഫിക്കന്റ് നോവലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഓൾമോസ്റ്റ് 5 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1ലെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് നോവലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 8 ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ വിമൻ നോവലിസ്റ്റ് ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1 തന്നെയാണ്. അതിൽ നിന്ന് ഓൾമോസ്റ്റ് 7 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 2
RK Narayanan ലൈഫ് ആൻഡ് കോൺട്രിബ്യൂഷൻ. ഓൾമോസ്റ്റ് 12 ടൈംസ് ആണ് ആ ഒരൊറ്റ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ടോപ്പിക് കവർ ചെയ്തിരിക്കുക. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 മാൽഗുഡി, ഇതിൽ നിന്നും ഓൾമോസ്റ്റ് 10 ടൈംസ് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഡീറ്റെയിൽഡ് സമ്മറി, നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ടൈഗർ ഫോം മാൽഗുഡി എന്ന് പറയുന്ന ആ ഒരു വർക്കിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറിയാണ്. സോ അത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 15 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് മുന്നേ എക്സാംസിന്. സോ അത് ഹൈ പ്രയോറിറ്റി വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നിർബന്ധമായും ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിരിക്കും. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2, അതായത് സ്റ്റേജസ് ഓഫ് ടൈഗേഴ്സ് ലൈഫ്, ഓൾമോസ്റ്റ് 11 ടൈംസ് ആണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 പ്ലോട്ട്, ഓൾമോസ്റ്റ് 8 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അത്. ദെൻ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 3 സിഗ്നിഫിക്കൻസ് ഓഫ് ടൈറ്റിൽ 13 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹൈ പ്രയോറിറ്റി വരുന്ന ഒരു ടോപ്പിക് ആണ് അത്. സോ അത് നിർബന്ധമായി കവർ ചെയ്തിരിക്കുക. ദെൻ കംസ് ആലിഗറി, 6 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നറേൻസ് പ്രോ സ്റ്റൈൽ, അത് ചോദിച്ചിട്ടുള്ളത് 7 ടൈംസ്. ഇന്ത്യൻസ് 5 ടൈംസ്. അതുപോലെ തന്നെ ക്യാരക്ടറൈസേഷൻ, മൈനർ ക്യാരക്ടേഴ്സിന്റെയും മേജർ ക്യാരക്ടേഴ്സിന്റെയും ഓൾമോസ്റ്റ് 10 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബ്ലോക്ക് 2 വരുന്ന സമയത്ത് ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ എന്ന് പറഞ്ഞ യൂണിറ്റ് 1 കവർ ചെയ്യുന്ന ആ ഒരു ടോപ്പിക് ഓൾമോസ്റ്റ് 7 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 1 വരുന്ന ടൈപ്സ് ഓഫ് നോവൽസ് 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. വിമൻസ് റൈറ്റിംഗ് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 2 വരുന്ന സമ്മറി ആൻഡ് അനാലിസിസ് ഓൾമോസ്റ്റ് 8 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് 2 യൂണിറ്റ് 3 വരുന്ന തീംസ് ഫെമിനിസം ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ഓൾമോസ്റ്റ് 11 ടൈംസ്. സോ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ടോപ്പിക് ആണ് അത്. നിർബന്ധമായി കവർ ചെയ്തിരിക്കുക. ദെൻ യൂണിറ്റ് 4 വരുന്ന ക്യാരക്ടറൈസേഷൻ ഉർമി, കിഷോർ, മിറ, ഈ 3 ക്യാരക്ടേഴ്സിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ പഠിച്ചിരിക്കുക. 7 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സരോജിനി നായിഡൂസ് പോയട്രി, അത് ബ്ലോക്ക് 3 വരുന്ന യൂണിറ്റ് 1 കവർ ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ്. 9 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ കംസ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 നിസം എസെക്കിയൽസ് നൈറ്റ് ഓഫ് ദ സ്കോർപിയോൺ എന്ന് പറയുന്ന ഒരു വർക്ക് ഓൾമോസ്റ്റ് 14 ടൈംസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് അത്. സോ നിർബന്ധമായും കവർ ചെയ്തിരിക്കുക. ദെൻ നിസം എസെക്കിയലിന് തന്നെ എന്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു പോയം വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 8 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാമാനുജൻസ് എ റിവർ എന്ന് പറയുന്ന ഒരു പോയം ചോദിച്ചിട്ടുണ്ട്. സോ അത് 7 ടൈംസ് ആണ് ടോട്ടൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. സോ അതും മീഡിയം ലെവൽ ഇമ്പോർട്ടന്റ് വരുന്ന ഒരു വർക്ക് തന്നെയാണ്. അതും നിങ്ങൾ നിർബന്ധമായി കവർ ചെയ്യുക. അതുപോലെ കമലദാസ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന ഒരു വർക്ക് ഓൾമോസ്റ്റ് 8 പ്രാവശ്യം മുന്നേ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് യൂണിറ്റ് 4 വരുന്ന ബ്ലോക്ക് 3 കമലദാസിന്റെ ബ്ലഡ് എന്ന് പറയുന്ന ഒരു വർക്ക് ഓൾമോസ്റ്റ് 5 ടൈംസും ചോദിച്ചിട്ടുണ്ട്. ആൻഡ് യൂണിറ്റ് ബ്ലോക്ക് 4 വരുന്ന സമയത്ത് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഷോർട്ട് സ്റ്റോറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് 11 ടൈംസ് ആണ് ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ലോസ്റ്റ് ചൈൽഡ്, ദ അതർ വുമൺ, സ്വിമ്മിംഗ് ലെസൺസ്, ഇതൊക്കെ ഇതിന് മുന്നേ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടൊക്കെ നിർബന്ധമായും പ്രിപ്പയർ ചെയ്യുക. ഈ പറഞ്ഞു പോയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കീ ഇൻസൈഡ് ബോക്സ് ടോപ്പ് 3 ക്വസ്റ്റ്യൻ ടോപ്പിക്സ്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് സമ്മറി ഓഫ് എ ടൈഗർ ഫോർ മാൽഗുഡി, ആ ഒരു വർക്കിന്റെ ഡീറ്റെയിൽഡ് സമ്മറി കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് 15 ടൈംസ് ചോദിച്ചിട്ടുള്ളതാണ്. അതിന്റെ തൊട്ട് താഴെ തന്നെ നൈറ്റ് ഓഫ് ദ സ്കോർപിയൻ എന്ന് പറഞ്ഞ നിസം എസെക്കിയലിന്റെ ആ ഒരു വർക്കും 14 ടൈംസ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ഹൈ ടോപ്പിക്സ് ആയിട്ട് വരുന്ന 2 എണ്ണം. പിന്നെ വരുന്നത് നിങ്ങൾക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ എ ടൈഗർ ഫോർ മാൽഗുഡി. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എ ടൈഗർ ഫോർ മാൽഗുഡി എന്ന് പറയുന്ന ആ ഒരു വർക്ക് നിങ്ങൾ നന്നായി കവർ ചെയ്യുക. മാക്സിമം അതിന്റെ സമ്മറീസും അതുപോലെ തന്നെ ആ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും കാര്യങ്ങളും കിട്ടുന്നതൊക്കെ നിങ്ങൾ നെറ്റിൽ നിന്നൊക്കെ റെഫർ ചെയ്തിട്ട് വായിച്ച് നിങ്ങൾക്ക് ഒരു ലെങ്തി ആൻസറിന് പ്രിപ്പയർ ചെയ്യാൻ മാത്രമുള്ളത് നിങ്ങളെ കയ്യിൽ ഉണ്ടായിരിക്കുക. കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക നമുക്ക് നോക്കാം.
ഫോർമാറ്റിൽ ഫസ്റ്റ് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ്, അതായത് ഒരു വർക്കിന്റെ ലൈൻസ് തരും ആൻഡ് വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. അത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 150 വേർഡ്സിലായിരിക്കും എഴുതേണ്ട വരും. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഏത് വർക്കാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, ആരാണ് എഴുതിയിട്ടുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിന്റെ ഒപ്പം തന്നെ അതിനകത്ത് പറയുന്ന ആ ഒരു വർക്കിനകത്ത് പറയുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഒരു തീം അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള ഒരു തീം, അതൊരു 1 or 2 ലൈൻസിൽ എഴുതുക. പിന്നെ ആ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കൊടുത്തിട്ടുള്ള ലൈൻസിൽ എന്താണോ പറയുന്നത് അത്രയും ഒരു 150 വേർഡ്സ് ആക്കിയിട്ട് ചുരുക്കി എഴുതുക. അതാണ് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ വരുന്നത് ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് 10 മാർക്സിൻ്റെത്. അത് നിങ്ങൾ ഒരു 250 വേർഡ്സിലാണ് എഴുതേണ്ടത്. പിന്നെ ലോങ് എസ്സേ ഓർ ക്രിട്ടിക്കൽ അനാലിസിസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 20 മാർക്സിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അതിനകത്ത് എഴുതേണ്ട വരിക. 600 വേർഡ്സിൻ്റെതാണ് വരിക. ആൻഡ് പിന്നെ വരുന്നത് തിമാറ്റിക് ഓർ ക്യാരക്ടർ റിവ്യൂ, ക്യാരക്ടർ അനാലിസിസ് അല്ലെങ്കിൽ തീം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 10 മാർക്സിനായിരിക്കും കൂടുതലും ചോദിക്കാറ്. സോ അതും 250 to 300 വേർഡ്സ് എന്നുള്ള ഒരു വേർഡ് ലിമിറ്റിലാണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ ഫാക്ച്വൽ ഓർ ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അത് 5 മാർക്സിനാണ് വരിക. അത് നിങ്ങൾ നേരത്തെ പോലെ തന്നെ 100 to 150 വേർഡ്സിലാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് എഴുതേണ്ടത്. അതങ്ങനെ ബാക്കിയുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവാണ് അത് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് MCQ ഇല്ല, ന്യൂമറിക്കൽ പ്രോബ്ലം ഇല്ല, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫോർമാറ്റ് ഇല്ല, 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ഒന്നുമില്ല. 5 മാർക്സ്, 10 മാർക്സ്, 20 മാർക്സ് ഈ ഒരു പാറ്റേണിൽ മാത്രമേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. ടോപ്പ് 4 മോസ്റ്റ് ഫ്രീക്വന്റ് ഫോർമാറ്റ്, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ്? റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ്, അത് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു. 20 മാർക്കിന്റെ ഒരു സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. ആ 5 മാർക്സിന്റെ അപ്പൊ നിങ്ങൾ 4 എണ്ണം ആയിരിക്കും അറ്റൻഡ് ചെയ്യേണ്ടവരെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ നിന്ന് ഏതെങ്കിലും 4 എണ്ണം ചൂസ് ചെയ്താൽ മതി. ചിലപ്പോൾ ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ 150 വേർഡ്സിന്റെ ആൻസർ ആണ് ആ ഒരു 5 മാർക്സിന്റെ റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യന് എഴുതേണ്ടത്. പിന്നെ വരുന്നത് ഷോർട്ട് നോട്ട് ഓർ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ മെയിൻലി തീം ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നറേറ്റീവ് ടെക്നിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിക്കുന്ന വർക്ക്സിൽ കാണുമ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വേറെ തന്നെ നന്നായി പഠിച്ചു വെക്കുക. കാരണം 10 മാർക്സിന് ചോദിക്കുന്നത് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ചിലപ്പോൾ 20 മാർക്സിന്റെ ഒരു സെറ്റിൽ തന്നെ 2 എണ്ണം 10 മാർക്സിന് തീം ബേസ്ഡ് അല്ലെങ്കിൽ ടെക്നിക്, ക്യാരക്ടർ ബേസ്ഡ് ഒക്കെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അതിനും പ്രിപ്പയർ ചെയ്ത് വെക്കുക. 250 വേർഡ്സിന്റെ ഒരു ആൻസർ ആണ് ആ 10 മാർക്സിന് വേണ്ടി നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ വരുന്നത് ലോങ് എസ്സേ ഓർ ക്രിട്ടിക്കൽ അനാലിസിസ്, അതായത് ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വർക്കിൽ വരുന്ന കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ തീംസ് കമ്പയർ ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് ലെങ്തി ആയിട്ട്. ഒരു 20 മാർക്സിന്, അതായത് നിങ്ങൾ ഒരു 3 പേപ്പർ ആണ് എഴുതേണ്ടതെന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് ഒരു 20 മാർക്സിന്റെ എസ്സേ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 600 വേർഡ്സ് ആണ് എഴുതേണ്ടത്. അതായത് നിങ്ങൾ ഒരു 60 മാർക്സ് എന്ന് പറയുമ്പോൾ ഒരു പേപ്പറിൽ 3 ക്വസ്റ്റ്യൻ ആയിരിക്കും അങ്ങനത്തെ ഉണ്ടാവുക, 3 per പേപ്പർ. സോ അങ്ങനെയാണ് നിങ്ങൾ അത് എഴുതേണ്ടത്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് തിമാറ്റിക് ഓർ ക്യാരക്ടർ റിവ്യൂ, തീം ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ ബേസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്ട്രൈക്കിംഗ് ആയിട്ട് വരുന്ന ക്യാരക്ടർ, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചിരിക്കുക. ഇനി വരുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ബ്ലോക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നും ആ ഒരു ഇയറിൽ അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ ബ്ലോക്കിൽ നിന്ന് ടോട്ടൽ എത്ര കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇത്. സോ നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 ടൈഗർ ഫോർ മാൽഗുഡി എന്ന് പറയുന്നത്
ഡിസംബർ 2021 ടു ഡിസംബർ 2023 വരെ നോക്കുന്ന സമയത്ത് നമുക്ക് ആവറേജ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അവര് 36.4% കവർ ചെയ്തിട്ടുള്ളത് ആ ഒരു ബ്ലോക്കിൽ നിന്നാണ്. ദെൻ ബ്ലോക്ക് 2 ദ ബൈൻഡിങ് വൈനിലേക്ക് വരുന്ന സമയത്ത് 21% ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുള്ളത് ആ ഒരു ബ്ലോക്കിൽ നിന്നാണ്. ബ്ലോക്ക് 3യിലേക്ക് പോയട്രിയിലേക്ക് വരുമ്പോൾ 20% ആണ് കവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് 4 ഷോർട്ട് സ്റ്റോറിയിലേക്ക് വരുന്ന സമയത്ത് 23% ആണ് ആ ഒരു ബ്ലോക്കിൽ നിന്നും അത്രയും ഇയേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് ബ്ലോക്കും അതിന്റെ തൊട്ട് താഴെ നമുക്ക് ബ്ലോക്ക് 4ഉമാണ് വരുന്നത്. ട്രെൻഡ് വിഷ്വലൈസേഷൻ. സോ നമുക്ക് 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് പറഞ്ഞു നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ അപ്രോക്സിമേറ്റ്ലി 20% നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിനകത്ത് വരാറുണ്ട്. ആൻഡ് ഷോർട്ട് നോട്ട് ഓർ എസ്സേ ടൈപ്പ് ആണെങ്കിൽ 20% തന്നെ. ലോങ് ഓർ ക്രിട്ടിക്കൽ അനാലിസിസ് ആണെങ്കിൽ 60 മാർക്സിനാണ് അത് ചോദിക്കാറ്. അപ്പോൾ നിങ്ങൾ ആ ഒരു എൻറ്റയർ പേപ്പറിൽ 60% എന്ന് പറയുന്നത് ലെങ്തി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് തീമാറ്റിക് ഓർ ക്യാരക്ടർ ബേസ്ഡ് ആണെങ്കിൽ 10 to 15% ആണ് അതിൽ കാണുന്നത്. പിന്നെ അതിന്റെ ആ ഒരു പ്രയോറിറ്റി കൂടി വരുന്നുണ്ട്. ഓരോ ഇയർ കൂടുന്ന സമയത്ത് ക്യാരക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ തീം ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ നമ്പർ കൂടി വരുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഇതെന്ന് പറയുന്നത് ആ ഒരു നിങ്ങൾ ആ ഒരു ഇയർലി വെയിറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിനെ ബേസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ്. പാറ്റേൺ ഹൈലൈറ്റ്സ്. അപ്പൊ ഇതിൽ നമുക്ക് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. ഒന്ന് ലോങ് എസ്സേ ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു 60% എന്ന് പറഞ്ഞ ആ ഒരു നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കവർ ചെയ്യുന്നത് ലെങ്തി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓൾമോസ്റ്റ് 58 to 62% എല്ലാ സെഷനും നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. പിന്നെ വരുന്നത് തിമാറ്റിക് ഓർ ക്യാരക്ടർ ബേസ്ഡ്. അത് ഞാൻ പറഞ്ഞു അതിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നുണ്ട്. ലാസ്റ്റ് 2 ഇയേഴ്സിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതും അങ്ങനത്തെയാണ്. പിന്നെ ശ്രദ്ധിക്കുക ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇല്ല, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇനി നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾക്ക് 3 hours എക്സാം ആണ്. ടോട്ടൽ 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് BEGC 103 വരുന്നത്. സോ അതിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഒരു 55 to 60 minutes ആണ് നിങ്ങളുടെ ആ ഒരു 3 എസ്സേ ക്വസ്റ്റ്യന് വേണ്ടി കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നിങ്ങൾ ആ ഒരു എക്സാം എഴുതി തീർക്കാൻ പറ്റും. ഒരു 55 to 60 minutes നിങ്ങൾ എക്സാം പേപ്പറിന് നിങ്ങളെ എസ്സേ ക്വസ്റ്റ്യന് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ സെക്ഷൻ A അതായത് നിങ്ങളുടെ ആ ഒരു വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ഒരു 40 minutes കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ആ ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതായത് 10 മാർക്സിന്റെ ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു 35 to 40 minutes കൊടുക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു 20 minutes മാറ്റി വെക്കുക. കാരണം നമുക്കറിയാം ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എഴുതുമ്പോൾ ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്കും സെന്റൻസ് കൺസ്ട്രക്ഷൻ ഒക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാർക്സ് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ടൈമിന് എക്സാം എഴുതി തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഒന്നും ഇല്ലാതെ അത് കവർ ചെയ്ത് വരാനും പറ്റും. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ടിപ്പാണ്. അപ്പൊ നിങ്ങൾ അത് മൈൻഡിൽ എപ്പോഴും വെക്കുക. എക്സാം എഴുതുന്ന സമയത്ത് ഈ ഒരു ടൈം അലോക്കേഷൻ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും വേണ്ടി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എക്സാം എഴുതി കഴിയാൻ പറ്റും. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു 10 topics തന്നെയാണ്. സോ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള 10 questions ഫസ്റ്റ് വൺ critically analyze the poem Night of the Scorpion by Nizam Ezekiel. Total 7 times ആണ് ചോദിച്ചിട്ടുള്ളത്. Discuss the significance of the title A Tiger for Malgudi. Total 6 times ആണ് ചോദിച്ചിട്ടുള്ളത്. Describe the 4 stages of tiger's life in A Tiger for Malgudi. 5 times ചോദിച്ചിട്ടുണ്ട്. What is the moral or message of the short story That Lost Child? Almost 5 times ആണ് ചോദിച്ചിട്ടുള്ളത്. Discuss the narrative technique of swimming lessons. 5 times ചോദിച്ചിട്ടുണ്ട്. Write a character sketch of Urmi from Binding Wine. 5 times. Attempt a critical appreciation of Sarojini Naidu's poem Falcon Bearers. Almost 5 times. Discuss the rise and development of the short story as a literary form. 4 times. Would you call The Binding Wine a feminist novel? Give reason. Total time 4. Discuss the role and characterization of Mankanlal in The Other Woman. Almost 4 times ആണ് ഇത് ചോദിച്ചിട്ടുള്ളത്. Frequency table.
ഇത് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എത്ര ടൈംസ് ആണെന്നും അതുപോലെ തന്നെ ഏത് ബ്ലോക്കിൽ നിന്നും ഏത് യൂണിറ്റിൽ നിന്നുമാണെന്നും ആവറേജ് എത്ര മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണ്. സോ നോക്കാം നമുക്ക്. ഫസ്റ്റ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ, അതിന്റെ ക്രിട്ടിക്കൽ അനാലിസിസ് അത് നിങ്ങൾക്ക് വരുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 2 7 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്സ് 15 അത് വരാറുള്ളത്. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ടൈറ്റിൽ എ ടൈഗർ ഫോർ മാൽഗുഡി, അത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 വരുന്നത്. 6 ടൈംസ് ചോദിച്ചിട്ടുള്ളതാണ്. ആവറേജ് മാർക്സ് വരുന്നത് 15 ആണ്. 4 സ്റ്റേജസ് ഓഫ് ടൈഗേഴ്സ് ലൈഫ്, അത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 5 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്സ് 12 ആണ് വരുന്നത്. മോറൽ ഓഫ് ദ വർക്ക് ദ ലോസ്റ്റ് ചൈൽഡ്, ബ്ലോക്ക് 4 യൂണിറ്റ് 2 5 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 10 മാർക്സ് എന്നുള്ള രീതിയിലാണ് ആവറേജ് ആയിട്ട് അത് ചോദിക്കാറുള്ളത്. നറേറ്റീവ് ടെക്നിക് അഗെയിൻ സ്വിമ്മിംഗ് ലെസൺസിന്റെ, അത് ബ്ലോക്ക് 4 യൂണിറ്റ് 4 5 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് ഓഫ് 10 മാർക്സിനാണ്. ക്യാരക്ടർ സ്കെച്ച് ബ്ലോക്ക് 2 യൂണിറ്റ് 4 5 ടൈംസ് ഫോർ 10 മാർക്സ്. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഫാൽക്കൺ ബിയറേഴ്സ് ബ്ലോക്ക് 3 യൂണിറ്റ് 1 5 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് 10 മാർക്സ് എന്നുള്ള ഒരു രീതിയിൽ. റൈസ് ഓർ ഡെവലപ്മെന്റ് ഓഫ് ദ ഷോർട്ട് സ്റ്റോറി ബ്ലോക്ക് 4 യൂണിറ്റ് 1 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് ഓഫ് 10 മാർക്സ് തന്നെ. ദ ബൈൻഡിങ് മൈനസ് എ ഫെമിനിസ്റ്റ് നോവൽ ബ്ലോക്ക് 2 യൂണിറ്റ് 3 4 ടൈംസ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 15. ക്യാരക്ടറൈസേഷൻ ഓഫ് മങ്കൻലാൽ ദ അതർ വുമൺ ബ്ലോക്ക് 4 യൂണിറ്റ് 3 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ 10 മാർക്സ് എന്നുള്ള ഒരു ആവറേജ് എന്നുള്ള ഒരു മാർക്സ് ഇത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പിജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. സ്ട്രാറ്റജിക് അഡ്വൈസ് പാൻ, നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് നിങ്ങൾക്ക് ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ഈച്ച് ഓഫ് ദീസ് ടോപ്പ് 10 ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് ട്വൈസ് ടൈം. അതായത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഒരു 2 പ്രാവശ്യമെങ്കിലും ആ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യുക. പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ടൈം എഴുതുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ എഴുതുക, കുറെ കൂടി റെഫർ ചെയ്തിട്ട് നിങ്ങളതായത് ആയിട്ടുള്ളതിനെ ഒന്ന് ബെറ്റർ ആക്കി എഴുതാൻ നോക്കുക. യൂസ് മോഡൽ ആൻസേഴ്സ് ആൻഡ് എക്സാമിനേഴ്സ് കോമെന്റ്. അപ്പൊ നിങ്ങൾക്ക് സാമ്പിൾ ആൻസേഴ്സ് അല്ലെങ്കിൽ ഗൈഡ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്ത് നന്നായി പ്രിപ്പയർ ചെയ്യാം. റൊട്ടേറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ് ഡ്യൂറിംഗ് റിവിഷൻ. അതായത് നിങ്ങൾ ആ ഒരു എസ്സേ എന്നുള്ളതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ക്യാരക്ടർ സ്കെച്ചസ്, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ, തിമാറ്റിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങൾ ഒരേപോലെ കവർ ചെയ്യുക. കാരണം നിങ്ങൾ എസ്സേ മാത്രം ഫോക്കസ് ചെയ്താൽ പെട്ടെന്ന് നിങ്ങളൊരു തീം ബേസ്ഡ് അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ വരും. അപ്പൊ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാ ടോപ്പിക്സിൽ നിന്നുള്ള കൈൻഡ് ഓഫ് എസ്സേസ് അപ്പിയർ ചെയ്യുന്നുണ്ട്. വിത്ത് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നതും നിങ്ങൾ ശ്രദ്ധിക്കുക. 5 മാർക്സിൻ്റെതാന്ന് വിചാരിച്ച് വിട്ട് കളയരുത്. അതും നിങ്ങൾ അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. എങ്ങനെ ഒരു ആൻസർ എഴുതിയെടുക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണം എന്നുള്ള ഒരു ക്ലിയർ ഐഡിയ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് ആ ഒരു റിക്കറിംഗ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പൈ ചാർട്ടാണ് നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 56% നിങ്ങൾക്ക് റിക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കവർ ചെയ്യുന്നത്. ബാക്കി 44% ആണ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചിട്ട് പോയാലും നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റും എന്നാണ്. കാരണം ഓൾമോസ്റ്റ് 56% നിങ്ങൾ ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ കവർ ചെയ്തിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് അതിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ്. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്സിന്റെ പ്രോബബിലിറ്റി ആണ് ഇനി നോക്കുന്നത്. സോ നമുക്ക് 80% പ്രോബബിലിറ്റി വരുന്ന ഒരു ടോപ്പിക് ആണ് സ്റ്റേജസ് ഓഫ് ടൈഗേഴ്സ് ലൈഫ്.
പിന്നെ 70% വരുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ എ ടൈഗർ ഫോർ മാൽഗുഡി. പിന്നെ നൈറ്റ് ഓഫ് ദ സ്കോർപിയന്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ 80% പ്രോബബിലിറ്റി വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഈ 3 ടോപ്പിക്കും ഹൈ പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക്കാണ്. പിന്നെ വരുന്നത് ക്യാരക്ടർ സ്കെച്ച് ഉർമി 60% നമുക്കത് പ്രതീക്ഷിക്കാം. ആൻഡ് മോറൽ ഓർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ലോസ്റ്റ് ചൈൽഡ് അത് 50% നമുക്ക് പ്രതീക്ഷിക്കാം. സ്വിമ്മിംഗ് ലെസൺസ് നറേറ്റീവ് ടെക്നിക് 50 ടൈംസ്. ഇത് 3ഉം ഒരു മീഡിയം ലെവൽ വരുന്നതാണ്. ദെൻ പാലക്കൻ ബിയറേഴ്സ് ഇമേജറി ഓർ അപ്രീസിയേഷൻ ദ ബൈൻഡിങ് മൈൻഡ് ആസ് എ ഫെമിനിസ്റ്റ് നോവൽ ഡെവലപ്മെന്റ് ഓഫ് ദ ഷോർട്ട് സ്റ്റോറി ക്യാരക്ടറൈസേഷൻ മംഗൽലാൽ. സോ ഇതെന്നൊക്കെ പറയുമ്പോൾ ഒരു 40-50 ഒക്കെ % വരുന്ന ഒരു മീഡിയം ലെവൽ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ് ആണ്. ദെൻ ലോ പ്രയോറിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ക്യാരക്ടർ അനാലിസിസ് എന്റർപ്രൈസ്. പിന്നെ വരുന്നത് മൈനർ ക്യാരക്ടേഴ്സ് ഇൻ എ ടൈഗർ ഫോർ മാൽഗുഡി 20%, a grandmother's house analysis 20%, types of novel 20%. ഇത്രയും ടോപ്പിക്സ് ലോ പ്രയോറിറ്റിയിൽ വരുന്നതാണ്. സ്റ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ ടേബിളിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് 10 പേപ്പേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് 8 out of 10 papers directly included questions on the 4 stages of Tiger's life. അതായത് ഒരു 10 പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ 8 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും 4 stages of Tiger's life ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 1. പിന്നെ 7 out of 10 പേപ്പേഴ്സ്, അതായത് ഒരു 10 പേപ്പേഴ്സിൽ 7 ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനത്തത് കാണുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്യാം. ദെൻ വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് ദ സ്കോർപിയൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് 8 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഉർമി 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളതാണ് മോറൽ സിംബോളിക് ഓർ ഇമേജറി ബേസ്ഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ലോസ്റ്റ് ചൈൽഡ് 5 ടൈംസ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. പിന്നെ 5 റിസന്റ് പേപ്പേഴ്സ് കഴിഞ്ഞിട്ടുള്ള 5 എക്സാംസിന് സ്വിമ്മിംഗ് ലെസന്റെ സ്ട്രക്ചർ ഓർ തീം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായും പ്രിപ്പയർ ചെയ്യുക. ഇമേജറി ഓർ അപ്രീസിയേഷൻ ഓഫ് പാലുക്കൻ ബിയറേഴ്സ് ഓൾമോസ്റ്റ് 5 out of 10 പേപ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഫെമിനിസ്റ്റ് റീഡിംഗ് ഓഫ് ദ ബൈൻഡിങ് വൈൻഡ് 4 ടൈംസ് ആണ്. റൈസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഷോർട്ട് സ്റ്റോറി 4 ടൈംസ് ആണ്. മംഗൽനാഥ്സ് ക്യാരക്ടറൈസേഷൻ 4 ടൈംസ്. അപ്പൊ ഇത്രയും ഏരിയാസ് നിങ്ങൾ നിർബന്ധമായും കവർ ചെയ്യുക. പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് സ്റ്റേജസ് ഓഫ് ടൈഗേഴ്സ് ലൈഫ്, സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ, നൈറ്റ് ഓഫ് ദ സ്കോർപിയൻ. ഈ 3 കവർ ചെയ്യുക. അതുപോലെ തന്നെ മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നതാണ് ഈ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഉർമി, മോറൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ലോസ്റ്റ് ചൈൽഡ്, swimming lesson, narrative technique, Pelican Bears imagery, the binding mind of feminist novel, development of the short story, characterization, Mangalar. ഇത്രയും മീഡിയം പ്രയോറിറ്റിയിലും വരുന്ന ടോപ്പിക്സ് ആണ്. ദെൻ ലോ പ്രയോറിറ്റിയിൽ വരുന്ന ക്രിട്ടിക്കൽ അനാലിസിസ്, എന്റർപ്രൈസ്, മൈനർ ക്യാരക്ടർ ടൈഗർ ഫോർ മാൽഗുഡി, ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, ടൈപ്സ് ഓഫ് നോവൽ. ഇത് ലോ പ്രയോറിറ്റിയിൽ വരുന്നത്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ എന്തായാലും കവർ ചെയ്തിരിക്കേണ്ട ഒരു 10 ടോപ്പിക്സ് ആണത്. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫ് ആണത്. ഇനി നമുക്ക് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. സോ നിങ്ങൾക്ക് 3 hours ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ഔട്ട് ഓഫ് 100 ആണ് വരുന്നത്. ആൻഡ് ഈ ഒരു പേപ്പർ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോട്ടൽ 3 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് എല്ലാ സെക്ഷനും കമ്പൽസറി ആണ്. ആൻഡ് അതിനകത്ത് വരുന്ന ഇന്റേണലി നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ടാവും ഓരോ സെക്ഷനകത്ത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആൻസർ ചെയ്യാം. പക്ഷെ എല്ലാ സെക്ഷനും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ആൻഡ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്സ് ആണ്. സോ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് വിത്ത് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് 4 വർക്കിന്റെ നിന്നും കൊടുത്തിട്ടുള്ള ഡയലോഗ്സോ അല്ലെങ്കിൽ ലൈൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് എഴുതേണ്ടത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, ദ ആൻഷ്യന്റ് സ്ട്രീറ്റ് എക്കോഡ് വിത്ത് ടെയിൽസ് ഓഫ് ദ ടൈഗർ, ഇറ്റ്സ് ഫുഡ് സ്റ്റെപ്പ് വീവിംഗ് ഫിയർ ആൻഡ് ഫാസിനേഷൻ ഇൻ ടു മാൽഗുഡീസ് ലൈഫ്. അപ്പൊ ഇത് ഏത് വർക്കിൽ നിന്നാണ്? ബ്ലോക്ക് 1 A Tiger for Malgudi ഡീറ്റെയിൽഡ് സമ്മറിയിൽ നിന്നും വരുന്നതാണ്. അപ്പൊ നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. She moved like the silent river, her pain submerged beneath layers of tradition and duty. Block 2 themes and feminismത്തിൽ വരുന്ന ഒരു പാർട്ടാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. The rain fell harder and with each drop the old city remembered its poets and its lost.
സോ ഇത് ബ്ലോക്ക് 3 AK രാമാനുജന്റെ എ റിവർ എന്ന് പറയുന്ന പോയത്തിൽ നിന്നും വരുന്നതാണ്. And D, when the lamps flickered and shadows gathered, the family sat close, holding hope against the scorpion sting. This is Ezekiel's The Night of the Scorpion എന്ന് പറയുന്ന വർക്കിൽ നിന്നും വന്നിട്ടുള്ള ലൈൻസ് ആണ്. In that lost afternoon, a child's longing dissolved into colors of the fair, and the world grew suddenly vast and silent. Block 4, the lost child നിന്നും symbolism and imagery. She watched her mother with eyes both innocent and wise, understanding love as sacrifice in every small gesture. Block 2, the binding mind characterization. ഇനി സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് ടോട്ടൽ ഓഫ് 2 questions ആണ് അറ്റൻഡ് ചെയ്യേണ്ടി വരെ, 10 marks each ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, സ്റ്റേജസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻ രാജാസ് ലൈഫ് ആൻഡ് ദർ ഇമ്പാക്ട് ഓൺ നോവൽസ് philosophical message. Question number 2, imagery and emotional resonance in Sarojini Naidu's Palanquin Bearers. Question number C, the feminist undertones in The Binding Wine and the reference to the contemporary society. Question number D, characteristics and literary function of minor characters in A Tiger for Malgudi. Section C, 20 marks in the essay question ആണ്. Total of 3 questions ആണ് ഈ ഒരു സെറ്റിൽ നിന്ന് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. So question number 3, critically analyze how allegory functions in A Tiger for Malgudi to convey both personal and societal transformation. അത് ഏത് ബ്ലോക്കിൽ നിന്നാണ്, ഏത് യൂണിറ്റിൽ, ഏത് ടോപ്പിക്കിന്റെ അണ്ടറിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. Examine the use of memory and nostalgia in My Grandmother's House by Kamala Das, focusing on imagery and emotional depth. Block 3, Kamala Das, My Grandmother's House. Explore the significance of narrative technique in swimming lesson and its role in expressing cultural displacement and identity. Block 4, swimming lesson narrative technique വരുന്ന ഒരു ടോപ്പിക് ആണിത്. സോ ഇതാണ് നിങ്ങളുടെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ഈ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നിർബന്ധമായിട്ടും സോൾവ് ചെയ്ത് പഠിച്ചിരിക്കുക. ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കവർ ചെയ്യുക പഠിച്ചു പോകുന്ന സമയത്ത്. സോ പ്രിപ്പയർ വെൽ ഫോർ യുവർ എക്സാം. ഓൾ ദി ബെസ്റ്റ്.